സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 19ാമത്തെ ഞായറാഴ്ചയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 14ാമത്തെ അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് വായിച്ച് കേൾക്കുക. അപ്പം വർദ്ധിപ്പിച്ച് ജനത്തിനെ തൃപ്തരാക്കിയതിനു ശേഷം 12 കുട്ട നിറച്ച് ശേഖരിച്ച ക്രിസ്തു അപ്പോസ്തലന്മാരോട് കടലിലൂടെ മറുകരയെത്തുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. അവിടുന്ന് പിതാവുമായിട്ട് സ്നേഹസംഭാഷണം നടത്തുവാൻ വേണ്ടി മലമുകളിലേക്ക് കയറി പോവുകയാണ്. അവിടുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കാർമേഘം വന്നുകൂടുകയാണ്, ശക്തിയോടുകൂടെ കാറ്റടിക്കുകയാണ്. അപ്പോൾ യേശു പിതാവുമായിട്ടുള്ള സംഭാഷണത്തിലായിരിക്കെ അവിടുന്ന് ശിഷ്യർ കടലിലാണല്ലോ എന്നുള്ള ഓർമ്മ കടന്നു വരികയും യേശു അവിടെ അരികിലെത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ ഓടി വെള്ളത്തിന് മുകളിലൂടെ നടന്ന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരുടെ അരികിലേക്ക് കടന്നു വരുന്ന യേശുവിനെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുക. കടലിന് മുകളിലൂടെ നടന്നു വരുന്ന യേശുവിനെ കണ്ട് ഭയപ്പെട്ട ശിഷ്യന്മാർ ഭൂതം എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിക്കുന്നു. ഭയപ്പെടേണ്ട, ഇത് ഞാനാണ് എന്ന് അറിയുന്ന മാത്രയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ സംഭവിക്കുന്നത് വെള്ളത്തിന് മുകളിലൂടെ കടന്നു വരുന്ന യേശുവിൻ്റെ അരികിലെത്തുവാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുന്ന പത്രോസിനെയാണ് നാം കാണുക. കർത്താവ്, ഇത് അങ്ങ് ആണെങ്കിൽ അങ്ങയുടെ അരികിൽ വരുവാൻ വേണ്ടി എന്നെയും അനുവദിക്കണമേ എന്നുള്ള അവൻ്റെ അഭ്യർത്ഥനയ്ക്ക് മുമ്പിൽ വരിക എന്ന് യേശു അവനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. മറ്റൊന്നും ചിന്തിക്കാതെ അവൻ ആ പ്രക്ഷുബ്ധമായ കടലിലേക്ക് എടുത്ത് ചാടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു യഥാർത്ഥ ശിഷ്യൻ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് എടുത്തു ചാടുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. ഡീപ്പ് ഇൻ ടു ദ ഡാർക്ക് എന്നാണ് പറയുക. മറ്റൊന്നും ചിന്തിച്ചില്ല, വിളിച്ചത് കർത്താവാണെന്ന് അറിഞ്ഞ മാത്രയിൽ മറ്റൊന്നും ചിന്തിക്കാതെ കടലിൻ്റെ പ്രക്ഷുബ്ധമായ ആ കടലിൽ ക്രിസ്തുവാണ് തന്നെ ക്ഷണിച്ചതെന്നുള്ള ഓർമ്മയോടുകൂടെ മറ്റൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടുന്ന ശിഷ്യനായ പത്രോസിനെയാണ് നാം കാണുക. പ്രിയപ്പെട്ടവരെ, ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയ അവൻ മറ്റൊന്നും ചിന്തിക്കാതെ അവൻ മുന്നോട്ട് നടന്നു. ചുറ്റുവട്ടത്തിൽ തിരമാലകൾ ആഞ്ഞുയരുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങൾ കടന്നു വരാറുണ്ട്. നാമും ഇങ്ങനെ ജീവിതമാകുന്ന തോണിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഭയപ്പെടുത്തുന്ന തിരമാലകളും കൊടുങ്കാറ്റുകളും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാറുണ്ട്. സധൈര്യം വിളിച്ച ദൈവത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ആഴങ്ങളിലേക്ക് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് എടുത്തു ചാടിയ പത്രോസിനെ പോലെ എടുത്തു ചാടുവാൻ നമുക്ക് കഴിയണം. പത്രോസ് വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നടന്നു എന്നാണ് പറയുക. യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നടന്ന പത്രോസ് മറ്റൊന്നും ഭയപ്പെട്ടില്ല. എന്നാൽ ഒരു നിമിഷം അവൻ പതറിപ്പോവുകയാണ്. നമ്മളെല്ലാവരും പതറിപ്പോകുന്നത് പോലെ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും. ഇതുപോലെയുള്ള ഈ യാത്രയിൽ നമ്മളും ഈ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ കുരിശിന് വഴി പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയില്ലേ, ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തിരമാലകൾ ഇരുവശങ്ങളിൽ നിന്നും ആഞ്ഞ് ഉയർന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രശ്നങ്ങളെ കണ്ടപ്പോൾ ഒരു നിമിഷം അവൻ ഭയപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്നുള്ള ബോധ്യമുണ്ട് എങ്കിലും ഒന്നിനു പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് പത്രോസിനെ പോലെ പലപ്പോഴും ഞാനും നിങ്ങളും ഭയപ്പെടാറുണ്ട്, പതറിപ്പോകാറുണ്ട്. അങ്ങനെ ക്രിസ്തുവിനെ നോക്കി നടക്കേണ്ടവൻ ഈ പ്രശ്നങ്ങളിലേക്ക് നോക്കി നടന്നതാണ് പലപ്പോഴും അവൻ താണുപോകാനും അവൻ ഭയപ്പെടാനും കാരണമായിട്ട് മാറുന്നത്. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു ചിന്ത ഉയർന്നു വരാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വലുതാണെന്നും ജീവിതം ചെറുതാണ് എന്നുള്ള ഒരു ബോധ്യം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വലുതാണ്, ജീവിതം ചെറുതാണെന്നുള്ള ബോധ്യം പലപ്പോഴും കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട് നമ്മളെല്ലാവരും ഭയപ്പെട്ടു പോകും. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ലല്ലോ. പ്രശ്നങ്ങൾ ചെറുതാണ്, ജീവിതം വലുതാണ്. പ്രശ്നങ്ങൾ ചെറുതാണ്, ജീവിതം വലുതാണ്. ഈ ജീവിതം നൽകിയ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകുന്നവന്
ജീവിത പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു ശിഷ്യനെ ക്രിസ്തു ക്ഷണിക്കുമ്പോൾ 2 വിളിയാണ് അവിടെയുള്ളത്. ഒന്ന്, വള്ളമില്ലാതെ വെള്ളത്തിന് മുകളിലൂടെ നടക്കുക. വള്ളമില്ലാതെ വെള്ളത്തിന് മുകളിലൂടെ നടക്കുവാനുള്ള ക്ഷണം. 2, താണുപോയ പത്രോസിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് യേശു പറഞ്ഞു, അല്പവിശ്വാസി, നീ എന്തിന് ഭയപ്പെട്ടു? രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഒരു ശിഷ്യൻ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വള്ളമില്ലാതെ വെള്ളത്തിന് മുകളിലൂടെ നടക്കുകയാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ യഥാർത്ഥമായിട്ടുള്ള ജീവിതം വിളി എന്ന് പറയുന്നത്. 2, ദൈവത്തെ കൂടാതെ ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കരം പിടിച്ച് കർത്താവ് അവനെ ഉയർത്തുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും നമുക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ധാരാളമായിട്ട് കടന്നു വരാം. ഈ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളുമൊക്കെ പലപ്പോഴും നമ്മൾ പതറിപ്പോകരുത്. ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കുക. സാജനച്ചൻ എന്ന് പറയുന്ന ഒരു വൈദികനെക്കുറിച്ച്, ക്യാൻസർ ബാധിതനായ അദ്ദേഹം തനിക്ക് ക്യാൻസറാണെന്നറിഞ്ഞപ്പോൾ ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ, അവിടുത്തെ ബലിയർപ്പിച്ച് അവിടുത്തെ തിരുമുമ്പിൽ വചനം പ്രഘോഷം നടത്തി എൻ്റെ ജീവിതത്തിൽ ഇത്രയും വേദനാജനകമായിട്ടുള്ള രോഗം പിടിപെട്ടല്ലോ. ഇനി എങ്ങനെയാണ് നിൻ്റെ നാമത്തെ ഞാൻ സ്തുതിക്കുക? ഇനി എങ്ങനെയാണ് എൻ്റെ അതരം കൊണ്ട് നിന്നെ പാടി സ്തുതിക്കാനും നിനക്ക് വേണ്ടി ബലിയർപ്പിക്കാനും കഴിയുക എന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടെ തൻ്റെ മുറിയിലേക്ക് കടന്നു വന്ന അദ്ദേഹം തലേ ദിവസം വായിച്ചു വച്ച പുസ്തകമെടുത്തു. ബോബി ജെസ് കട്ടിക്കാടച്ചൻ്റെ പുസ്തകം. തലേ ദിവസം വായിച്ചു വച്ച പുസ്തകത്തിൽ നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് ഒരു മനോഹരമായ കഥയാണ്. ആ കഥ എങ്ങനെയാണ്? 2 പേർ പ്രഭാതത്തിൽ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ വേണ്ടി വരുമ്പോൾ ശക്തമായ മഴ. എന്തു ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുമ്പോൾ ഒരുവൻ മറ്റവനോട് പറഞ്ഞു, ഇന്ന് പള്ളിയിൽ വരാതിരുന്നുവെങ്കിൽ ഇന്ന് മഴ നനയേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ അവരൻ അവനോട് പറഞ്ഞു, ഒരു മഴയും മാറാതിരുന്നിട്ടില്ല എന്ന്. ഒരു മഴയും മാറാതിരുന്നിട്ടില്ല എന്ന് അവൻ ഇപ്രകാരം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്രകാരം തോന്നി, തീർച്ചയായിട്ടും ദൈവം എൻ്റെ കൂടെയുണ്ട് എങ്കിൽ ഇതെല്ലാം പ്രതിസന്ധികളെ, ഈ രോഗങ്ങളെയൊക്കെ മറികടക്കുവാൻ, ഈ പ്രശ്നങ്ങളെ മറികടക്കുവാൻ എനിക്ക് കഴിയുമെന്നുള്ള ബോധ്യം വന്നപ്പോൾ അദ്ദേഹം ഒരു പേപ്പറും പേനയും എടുത്ത് ഇപ്രകാരം എഴുതി, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു പൂവും വിടരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ഈ തിരമാലയിൽ, ഈ ചെറുതോണിയിൽ ദൈവം എൻ്റെ കൂടെയുണ്ട് എങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ ഇനി കഴിയുമെന്ന് അദ്ദേഹം എഴുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളത്? പ്രതിസന്ധികളില്ലാത്ത ആരാ ഉള്ളത്? ഈ പക്ഷികൾ, അതിന് ചിറകൊരു ഭാരമാണ്. പക്ഷികൾക്ക് ചിറകൊരു ഭാരമാണ്. പക്ഷേ അത് പറന്നുയരണമെങ്കിൽ ഈ ചിറക് ഉണ്ടായേ മതിയാകും. ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമുക്കൊരു ഭാരമായിട്ട് തോന്നാം. പക്ഷേ പറന്നുയരണമെങ്കിൽ നമുക്കിത് ആവശ്യമാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമൊക്കെ കടന്നു വരാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 43:1 മുതൽ വാക്യങ്ങൾ പറയുന്നില്ലേ, യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നീ എൻ്റേതാണ്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ അഗ്നിയിലൂടെ നടന്നാൽ പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ആടിയിലൂടെ നടന്നാൽ നിന്നെ അത് മുക്കിക്കളയുകയില്ല. നദികൾ കടക്കുമ്പോൾ നിന്നെ അത് താഴ്ത്തിക്കളയുകയില്ല. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് കടന്നു വന്നാലും നമ്മെ താങ്ങിയെടുക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ആ ദൈവത്തെ മുറുകെ പിടിച്ച് നാം മുന്നോട്ട് പോവുക. ഇപ്രകാരം പറയുന്നില്ലേ, ഉണങ്ങിയ മരച്ചില്ലയിലിരിക്കുന്ന പക്ഷി, അതിനൊരു ഭയവുമില്ല. താനിരിക്കുന്ന മരക്കൊമ്പ് ഉണങ്ങിയതാണ്, അത് തകർന്നു പോയാലും തനിക്ക് പറക്കാൻ 2 ചിറകുണ്ടെന്നുള്ള ബോധ്യം ആ പക്ഷിക്കുള്ളിടത്തോളം കാലം അതിന് പേടിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നമ്മുടെ അമരത്ത് ദൈവമുണ്ട്, നമ്മെ താങ്ങുന്ന ഒരു കർത്താവുണ്ട്. ആ വിശ്വാസത്തോടുകൂടെ
ഒരു വിശ്വാസി മുന്നോട്ട് പോവുക. എന്താണ് ദൈവവിശ്വാസിയും വിശ്വാസമില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത്? ദൈവവിശ്വാസി ചിന്തിക്കുന്ന എന്താണ്? തൻ്റെ കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും തന്നെ ചേർത്ത് പിടിക്കാൻ ഒരു ദൈവം തൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം അവനുള്ളിടത്തോളം കാലം അവന് ഭയമില്ല. എന്നാൽ ഒരു അവിശ്വാസി എന്താ ചിന്തിക്കുക? തനിക്ക് കഷ്ടപ്പാട് വന്നാൽ, ദുഃഖങ്ങൾ വന്നാൽ തന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത് അവൻ തളർന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാം. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മെ താങ്ങുന്ന ഒരു ശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും എല്ലാ പ്രശ്നങ്ങളിലും നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. ഈ ജീവിത തോണിയിൽ അമരത്ത് ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള പരിപൂർണമായ ബോധ്യത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. കാറ്റും തിരമാലകളും എന്തൊക്കെ തന്നെ കടന്നു വന്നാലും ഈ ആഴത്തിലേക്ക് എടുത്തു ചാടിയ പത്രോസിനെ പോലെ ആ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് എടുത്തു ചാടി നമ്മെ നടത്തുന്ന, വള്ളമില്ലാതെ വെള്ളത്തിന് മുകളിലൂടെ നടത്തുന്ന, നീ എന്തൊക്കെ വന്നാലും മക്കളെ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് കരം പിടിച്ചുയർത്തുന്ന ആ ദൈവത്തിന് നമുക്ക് ശരണപ്പെടാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.